അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ ഖനാത്തി നദ്റുസു അൽ-യൗം വഹ്ദത്തു സാലിസ ഇസ്മുൽ വഹ്ദ അസ്സിദ്ഖു വൽ അമാന. മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിന്റെ നെയിം അസ്സിദ്ഖു വൽ അമാന. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, വൽ അമാൻ വിശ്വസ്തത, സുരക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ഇതിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അദ്ദർസുൽ അവൽ എന്താണ്? കുൻ അമീനൻ, നീ വിശ്വസ്തനായിരിക്കണം. അത് ഖിസ്വ താരിഖിയ, ചരിത്ര കഥയാണത്. അദ്ദർസു സാനി, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് അൽ ഇമാമുൽ അഅ്ളം, മഹാനായ നേതാവ്, മഹാനായ ഇമാം. സീറ ദാത്തിയ, അതൊരു ജീവചരിത്രമാണ്. അദ്ദർസു സാലിസ് അസ്സിദ്ഖ്, സത്യസന്ധത എന്നതാണ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. അതെന്താണ്? മൻലൂമുൻ, ഒരു പോയമാണ്. പേജ് നമ്പർ 40 എന്താണെന്ന് നോക്കാം. നുലാഹിലു, നമുക്ക് നിരീക്ഷിക്കാം. വനു അബ്ബിറു, എന്നിട്ട് നമുക്ക് അതിൽ നിന്നും എന്താണ് മനസ്സിലാവുന്നത് എന്ന് പറയാം. എന്താണ് കാണുന്നത്? യൂജദു മഹല്ലു ബക്കാല, ഒരു സ്റ്റേഷനറി കട കാണുന്നുണ്ട്. ബിജവാരി ഷജറ, മരത്തിന്റെ അടുത്തായിട്ടാണ് കാണുന്നത്. പിന്നെന്താണ്? യഖൂമുൽ ബാഇഉ, കച്ചവടക്കാരൻ എന്താ ചെയ്യുന്നത്? ബിവസ്നിൽ ബിളാഅത്തി ലിൽ മുഷ്തരി, കസ്റ്റമറിന് സാധനങ്ങൾ തൂക്കി കൊടുക്കുന്നു. പിന്നെന്തൊക്കെയാണ് കാണുന്നത്? വസ്നുഹ, അദ്ദേഹത്തിന്റെ ആ തൂക്കലില് എന്താണ് കാണുന്നത്? ബിശക്കിലിൻ മുസ്തനഇൻ, ഒരു കൃത്രിമ രൂപത്തിലാണ് തൂക്കുന്നത്. അതിന്റെ സ്കെയില്, തൂക്കിക്കൊടുക്കുന്ന ആ സ്കെയിലിന്റെ കൂടെ എന്ത് കാണുന്നുണ്ട്? ഒരു സഞ്ചിയും എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വസ്നുഹ, തൂക്കല്, ബിശക്കിലിൻ മുസ്തനഇൻ, ഒരു കൃത്രിമപരമായിട്ടുള്ള തൂക്കലാണ്. പിന്നെന്താണ് കാണുന്നത്? കുൻബുലത്തുൽ മൗസി, ഒരു പഴത്തിന്റെ കുല കാണുന്നുണ്ട്. മുഅല്ലഖത്തിൻ, തൂക്കിയിട്ടിരിക്കുന്നതായിട്ട്. പിന്നെ എന്താണ് കാണുന്നത്? കീസും മിനസുക്കരി, അതുപോലെ തന്നെ പഞ്ചസാരയുടെയും കീസുൽ അർസി, അരിയുടെയൊക്കെ ചാക്ക് കാണാം. ഇതിൽ നിന്നും നമുക്കുള്ള ഗുണപാഠം എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധരാവണം. ഏത് കാര്യത്തിലും സത്യസന്ധരാവണം. അസ്സിദ്ഖ യഹ്ദി ഇലൽ ബിരി, സത്യസന്ധത എന്നത് പുണ്യത്തിലേക്കാണ് നയിക്കുന്നത്. വ ഇന്നൽ ബിറ, പുണ്യം, യഹ്ദി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അള്ളാഹു എന്താണ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ കൂടെ നിങ്ങളായിത്തീരുകയും വേണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 41, ഫസ്റ്റ് ചാപ്റ്റർ. കുൻ അമീനൻ, നീ വിശ്വസ്തനായി തീരണം. ഖിസ്വ താരിഖിയ, ചരിത്ര കഥയാണ്. എന്താണെന്ന് നോക്കാം. ذات صباح أرسل تاجر خادمه إلى السوق لبيع الملابس. عند الخروج قال التاجر للخادم: بين هذه الملابس ثوب فيه عيب لا تخفي هذا من الناس. وافقه الخادم ووصل إلى السوق. اجتمع الناس حوله لشراء الملابس. باع الخادم جميع الملابس في وقت قصير وعاد مسرورا. അർത്ഥം നോക്കാം. ذات صباح, ഒരു രാവിലെ, പ്രഭാതത്തിലെ, അർസല താജിറുൻ, കച്ചവടക്കാരൻ, വ്യാപാരി അയച്ചു, ഖാദിമഹു, തന്റെ സേവകനെ, ഇലസൂക്കി, മാർക്കറ്റിലേക്ക്, ലിബൈ ഇൽ മലാബിസി, ഡ്രസ്സുകൾ വിൽക്കാൻ വേണ്ടി. ഇന്ദൽ ഖുറൂജി, പുറപ്പെടുന്ന സമയത്ത്, കാലത്താജിറു, കച്ചവടക്കാരൻ പറഞ്ഞു, ലിൽ ഖാദിമി, സേവകനോട്, ബൈന ആദിഹിൽ മലാബിസി, ഈ വസ്ത്രങ്ങൾക്കിടയിലുണ്ട്, സൗബുൻ ഫീഹി ഐബുൻ, സൗബുൻ വസ്ത്രം, ഫീഹി അതിലുണ്ട്, ഐബുൻ ന്യൂനതയുള്ള, ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഡ്രസ്സുമുണ്ട്. ലാ തുഖ്ഫി, നീ മറച്ചു വെക്കരുത്, ഹാദ, ഈ കാര്യം, മിനന്നാസി, ജനങ്ങളിൽ നിന്നും ഇത് മറച്ചു വെക്കരുത്.
വാഫക ഉൽ ഖാദിമു സേവകൻ യോജിച്ചു. വവസ്വല ഇലസൂക്കി അവൻ മാർക്കറ്റിലേക്ക് എത്തിച്ചേർന്നു. ഇജ്തമ അന്നാസു ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി. ഹൗലഹു അവന് ചുറ്റും. ലിഷിറ ഇൽ മലാബിസി വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി. ബ അൽ ഖാദിമു സേവകൻ വിറ്റു. ജമീ അൽ മലാബിസി മുഴുവൻ വസ്ത്രങ്ങളും. ഫി വഖ്തിൻ ഖസീരിൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ. വഅദ മസ്റൂറൻ സന്തോഷത്തോടു കൂടി മടങ്ങുകയും ചെയ്തു. വഫിത്തൊരീക്കി വഴിയിൽ വെച്ച്. തദക്കറൽ ഖാദിമു സേവകൻ ഓർത്തു. നസീഹത്ത താജിരി കച്ചവടക്കാരന്റെ ഉപദേശം. വനദിമ അലാ ഫിഅലിഹി നദിമ ഖേദിച്ചു. അലാ ഫിഅലിഹി അവന്റെ ആ പ്രവർത്തനത്തിൽ അവന് വിഷമം തോന്നി. വഖാല ഫീ നഫ്സിഹി അവൻ സ്വയം മനസ്സിൽ ഖാല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മാതാ എന്താണ് സഅഖൂലു ഞാൻ പറയുക. ലിസയ്യിദി എന്റെ യജമാനനോട് ഞാൻ എന്താണ് പറയുക. ബിഅ്തു ഞാൻ വിറ്റു. ബിഅ്തു സൗബ ആ ഡ്രസ്സ് ഞാൻ വിറ്റു. മഅഐബിഹി അതിൻ്റെ ന്യൂനതയോട് കൂടി. ക്വാളിറ്റി കുറഞ്ഞതാണ് എന്നതൊന്നും പറയാതെയാണ് ഞാൻ വിറ്റത്. ഫജ്അതൻ പെട്ടെന്ന്. റജ അൽ ഖാദിമു സേവകൻ മടങ്ങി. ഇലസൂക്കി മാർക്കറ്റിലേക്ക്. വസഅല ചോദിക്കുകയും ചെയ്തു. അനിൽ മുഷ്തരി കസ്റ്റമറിനെ കുറിച്ച്. വലാക്കിൻ എന്നാൽ ലം യജ്ദുഹു അവനെ കണ്ടെത്തിയില്ല. ന്യൂനതയുള്ള ഡ്രസ്സ് വാങ്ങിയ ആളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഫസ്വാറ ഹസീനൻ അതുകൊണ്ട് തന്നെ അവന് ദുഃഖിതനായി തീർന്നു. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം. ലാ തസ്തുർ നീ മറച്ചു വെക്കരുത്. ആദൽ ഐബ ഈ ന്യൂനത. അമാമന്നാസി ജനങ്ങളുടെ മുന്നിൽ. മൻ കാല ഹാദ ഇത് പറഞ്ഞതാരാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? താജിറുൻ കച്ചവടക്കാരനാണ് പറഞ്ഞത്. ലിമ ഇജ്തമ അന്നാസു ജനങ്ങൾ ഇജ്തമ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗലൽ ഖാദിമി സേവകന് ചുറ്റും. എന്തിനാണ് അവരൊരുമിച്ച് കൂടിയത്? ഇജ്തമ അന്നാസു ഹൗലൽ ഖാദിമി ലിഷിറാഇൽ മലാബിസ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ. ലിമ എന്തുകൊണ്ടാണ്. ഹജ്ലൽ ഖാദിമു സേവകന് ലജ്ജ തോന്നിയത്. ഹജ്ലൽ ഖാദിമു സേവകന് ലജ്ജ തോന്നി. ഇൻദമാ തദക്കറു അവൻ ഓർത്തപ്പോൾ. അന്നഹു ബഅ സൗബു അവൻ ആ ഡ്രസ്സ് വിറ്റത്. അൽ മുഈബ ന്യൂനതയോട് കൂടിയാണ് ആ വസ്ത്രം വിറ്റത് എന്ന് ഓർത്തപ്പോഴാണ് സേവകന് ലജ്ജ തോന്നിയത്. കുട്ടികളെ നിങ്ങൾ ഇതിലെ പുതിയ വേർഡുകളൊക്കെ അർത്ഥസഹിതം എഴുതിയെടുത്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വബാക്കി അസ്സുഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.